വലിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആൻഡ് വി ഹാവ് നിഷാന്ത് സാഗർ. നിഷാന്ത് സാറിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ശീതൽ ജോസഫ്. ശീതൽ ഒപ്പം തന്നെ അഭിമന്യു ഷമിത്തിലകൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. നീരജ് മണിയൻ പിള്ള രാജു, അദ്ദേഹത്തിനും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ദെൻ അഭിറാം, രാധാകൃഷ്ണൻ, ഗോകുലൻ ആൻഡ് ദേവനന്ദ എന്നിവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാമുൽ എബി, കൂടാതെ ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷി സർ, ഞങ്ങളുടെ എഡിറ്റർ രത്വിൻ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ അജയ് മങ്ങാട്, കൂടാതെ ഞങ്ങളുടെ പുനീത് സർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മളിനി ഫസ്റ്റ് ലുക്ക് ആണ് റിവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സോ ഫസ്റ്റ് ലുക്ക് നമുക്കൊന്ന് അൺവീൽ ചെയ്യാൻ വേണ്ടി ക്യാൻ വി ഹാവ് ദ ബോർഡ് പ്ലീസ്? ഫസ്റ്റ് ലുക്ക് ഞങ്ങളൊന്ന് അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. സാക്ഷികളുടെ ടീമാണ് വേദിയിലെത്തുന്നത്. സൈജു ചെന്നൈ is all here, നിഷാന്ത് സാഗർ, ശീതൽ ജോസഫ്, അഭിറാം രാധാകൃഷ്ണൻ, ഗോകുലൻ ആൻഡ് ദേവനന്ദ along with രത്തിൻ രാധാകൃഷ്ണൻ, കൂടാതെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷി, സാമുൽ എബി എന്നിവർ വേദിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷികൾ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്. സൈ ചേട്ടൻ ഇവിടെ ഇതാ, പുനീത് സാറും കൂടെ ചേർന്നിട്ട്, ഞങ്ങളുടെ പ്രൊഡ്യൂസർ അലോങ് വിത്ത് സൈ ചേട്ടൻ ആൻഡ് PS അർജുൻ സർ എന്നിവർ ചേർന്നിട്ട് ഞങ്ങളിവിടെ ഇതാ അൺവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ റിക്വസ്റ്റ് സൈ ചേട്ടാ ടു മൂവ് ഫോർവേഡ്. ഒപ്പം തന്നെ പുനീത് സർ, ശ്യാം ഭട്ട് സാറിനെയും കൂടി വേദിയിലേക്ക് ഈ ഒരു മൊമെന്റിൽ ഐ വിൽ ഹംബ്ലി റിക്വസ്റ്റ് ദി പ്രസൻസ് ഓഫ് ശ്യാം ഭട്ട് സാർ ഓൾസോ. ഈസ് എ ഗ്രേറ്റ് ഓഥർ. അപ്പം പുനീത് സർ, അർജുൻ സർ അലോങ് വിത്ത് ദ ടീമാണ് നമുക്ക് വേണ്ടി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇവിടെ അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സൈജന റെഡിയാണോ? നിഷാന്ത് സർ റെഡി? സർ റെഡി? സർ റെഡി? സർ റെഡിയാണ്. സോ PS അർജുൻ സർ, ശ്യാം സർ ആണ്, പുനീത് സർ, ശ്യാം സർ റെഡി? ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് സെൻറ്റർ ചെയ്യാം. ബോയ്സ്, ക്യാൻ ഐ ഗെറ്റ് യുവർ ഹെൽപ്പ് പ്ലീസ്? ഒന്ന് ബോയ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യോട്ടെയോ? ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ജസ്റ്റ്. ഓക്കെ, റെഡി സർ? ടീമിന് ഓക്കെ? സൈജന, ശ്യാം സർ ഇസ് ഓൾ ഹിയർ. ഓക്കെ, സോ ഞങ്ങളുടെ സാക്ഷികളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മളിവിടെ ഇതാ അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. PS അർജുൻ സാറിന്റെ സംവിധാനം. Sai Chadha is the hero for the movie. Nishant sir is all here. Sai Chadha ready? Here we go. On the count of 4, 3, 2, 1, go. സാക്ഷികൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് നമ്മളിവിടെ ഇത് അൺവീൽ ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പിൻ സാക്ഷികൾ, written and directed by PS Arjun, produced by Puneet, co-producer Ramesh C, Rudramurthy and Rakesh. ഞങ്ങളുടെ സാക്ഷികൾ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞങ്ങൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഐ ഹംബ്ലി റിക്വസ്റ്റ് ശ്യാം ഭട്ട് സാർ ഇവിടെ ഉണ്ട്, വൈസ് പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന്റെ ബുക്ക് പോലും റിലീസ് ചെയ്തത്. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു വിഷ് പാസ് ഓവർ ചെയ്യാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. My salutation to Kerala, which is the land of my Guru. Tradition, culture, which gives identity to the communities. If the same is coupled with the current events, it gives another dimension. That's what our Puneet and team have tried with this particular film. I wish them all the success in their venture, and the success that may come in this particular film may also motivate him in coming up with more number of films, particularly focusing the culture of this land. Thank you for inviting me and permitting me to share few words with you. Thank you. Thank you so much, sir. I humbly request sir to kindly get seated. Thank you so much for your presence, sir. It was an honor having you here. ഇനി ഞങ്ങളുടെ പുനീത് സാറിന്റെ നേതൃത്വത്തിൽ സർ വി ആർ ഗോയിങ് ടു നോ മോർ അബൌട്ട് സാക്ഷികൾ ആസ് വി ഹാവ് ദ കാസ്റ്റ് ഹിയർ. സോ നിഷാന്ത് സാറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ മുഖം. ഓക്കെ,
ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ പ്രായം എത്രയെന്ന് നമുക്ക് ഇന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത, മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു പ്രായം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു ആക്ടർ അല്ലേ സഹിച്ചേട്ടാ? അതെ അതെ അതെ. അല്ല, സത്യമാണ്. കാരണം സർ, ഐ ആം സീയിങ് ഹിം റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ബട്ട് സ്റ്റിൽ നോ ചേഞ്ച്. ഹിസ് സ്കിൻ, ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എന്റെ ചൈൽഡ്ഹുഡിലാണ് ഞാൻ സിനിമയിൽ വന്നത്. ഓക്കെ, ആ, അല്ലേ? അങ്ങനെ അതാണ് സത്യം. ആണ്. പക്ഷേ ഈ സർ, ഹീസ് ലൈക്ക് എ വൈൻ, ലൈക്ക് നമ്മുടെ വീഞ്ഞ് പോലെയാണ് സർ. ഇരിക്കും തോറും വീര്യം കൂടി കൂടി വരുന്നു സർ. അപ്പോൾ സാക്ഷികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. സൈജു ആയിട്ടുള്ളൊരു ബന്ധം കുറേ അധികം നാളുകളായിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അല്ലേ സൈജു? ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ ഞങ്ങൾ കൂടുതലും ഷട്ടിൽ കളി, ക്രിക്കറ്റ് കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കാണാറുള്ളത്. എന്തായാലും എന്താ പറയുക, സൈജുവിൻ്റെ കൂടെ സൈജു ഈ പറഞ്ഞ പോലെ ഏറ്റവും ഈ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരുടെ ആ ഒരു നിരയിലേക്ക് സൈജുവും എത്തിപ്പെട്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ സൈജുവിൻ്റെ ഒരു പുതിയ മുഖം വന്നതിന് ശേഷം സൈജു ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ കൂടെ സൈജുവിൻ്റെ കൂടെ അഭിനയിക്കാനൊക്കെ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡയറക്ടർ അർജുൻ തലശ്ശേരിയാണ്. ഞാൻ തൊടുപുഴക്കാരനാണെങ്കിലും എൻ്റെ അമ്മയുടെ നാട് തലശ്ശേരിയാണ്. ഞാൻ ജനിച്ച തലശ്ശേരിയിലാണ്. അപ്പോൾ എൻ്റെ കസിൻസും എന്താ പറയുക, ഞങ്ങളൊക്കെ വളരെ പണ്ട് തൊട്ടേ അറിയുന്നതാണ് അർജുനെ. അപ്പോൾ അർജുൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, അർജുൻ ഇങ്ങനെ ഒരു സിനിമാ മോഹവും സിനിമയുടെ പുറകെയാണ് എന്നുള്ളതൊക്കെ പണ്ട് തൊട്ടേ അറിയുന്ന കാര്യമാണ്. പിന്നെ സൈജു നായകനായിട്ട് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ പോവുകയാണ് എന്ന് അർജുൻ വിളിച്ച് പറയുകയും ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. അപ്പം എന്താ പറയുക, അങ്ങനെ അർജുൻ ഒരു ഡയറക്ടറായി മാറുന്നതിൽ ഒരുപാട് സന്തോഷം. എനിവേ, ഈ പടം അല്ലേ ഏറ്റവും മികച്ച രീതിയിൽ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പം നായകന്റെ സൈഡാണോ വില്ലനാണോ സർ? എന്തെങ്കിലും അറിയാൻ പറ്റുമോ? കാരണം സാറ് വില്ലനായിട്ട് വന്നാൽ നമുക്ക് ടെൻഷൻ കൂടും, നായകന്റെ സൈഡാണെങ്കിൽ നമുക്ക് ടെൻഷൻ കുറയും. ഒന്നും പറയാൻ പറ്റൂല, ഭയങ്കര സീക്രട്ട് ആണ്. ഓക്കെ, സീക്രട്ട് ആയിട്ട് ഞങ്ങൾ റിവീൽ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയണം. താങ്ക് യു സോ മച്ച് സർ. നിഷാന്ത് സർ, താങ്ക് യു സോ മച്ച് സർ. ഐ എം ജസ്റ്റ് പാസിംഗ് ഓവർ ദ മൈക്ക്. സാക്ഷികളെ പറ്റി മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്, ആൻഡ് വി ഹാവ് ദ വെരി പ്രോമിനന്റ് മ്യൂസിക് ഡയറക്ടർ സാമുവൽ എബിയാണ്. എന്താണ് മ്യൂസിക് ഇൻ സാക്ഷികൾ, എത്രത്തോളം പവർഫുൾ ആണ്? എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സൈജു ചേട്ടന് വേണ്ടി, സൈജു ചേട്ടൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നൊരു സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യാൻ പറ്റിയതിൽ വീണ്ടും വളരെയധികം സന്തോഷം. സാക്ഷികളെ പറ്റി ഒന്നും പറയാൻ നിർവാഹമില്ല, കാരണം അത് സ്ക്രിപ്റ്റ് വായിച്ചതുകൊണ്ട് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് ഡയറക്ടർ സൈഡിൽ നിന്ന് ഒന്നും പറയരുത് എന്നുള്ളത്. സ്ക്രിപ്റ്റ് വളരെ പ്രോമിസിങ് ആണ്, അത് വായിച്ചതുകൊണ്ട് കൃത്യമായി അത് പറയുന്നു. അർജുനെ ഞാൻ ഇന്നാണ് ആക്ച്വലി നേരിട്ട് കാണുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പരിചയം 2013 മുതൽ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയം മുതൽ പല ഫോണിലൂടെയുള്ള കോണ്ടാക്റ്റ് മാത്രമാണ്. പല ഷോർട്ട് ഫിലിമായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഫിലിം ചെയ്യാനായിട്ടും എല്ലാം അങ്ങനെ. പിന്നെ രണ്ട് വഴിക്ക് അവരവരുടെ യാത്ര പോയി. പക്ഷെ ഒടുവിൽ അർജുൻ്റെ ഒരു ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഒരുമിക്കാൻ പറ്റി, ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ കാണാൻ വേണ്ടി പറ്റി. അതിലൊരുപാട് സന്തോഷം. സുബോബ് ആൻഡ് ആനന്ദ് മീനാക്ഷി സാർ നമ്മുടെ പുനീത് സാറിൻ്റെ അച്യുതാവതാരത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. മലയാളത്തിൽ വന്നപ്പോഴും ആനന്ദ് സാർ തന്നെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ DOP ആയിട്ട് വരുന്നത്. സാർ, എങ്ങനെയാണ് മലയാളത്തിലേക്ക് വരുന്നതിനെ കൺസിഡർ ചെയ്യുന്നത്? Firstly, I'm very excited to be a part of Sakshigal, and I'm meeting the crew and the cast for the first time. So I'm very excited to work along with you, and it's going to be a collaboration. And I want you all to help me out in my process. And yeah, I think let's create the best of the visuals and the story what Arjun would want to tell. So I'm very excited, Meera. സൂപ്പർബ്. ആൻഡ് എനിക്ക് തോന്നുന്നു ദേവനന്ദ വീണ്ടും ഒരു അച്ഛൻ മകൾ കോംബോ എല്ലാം ഇങ്ങനെ വർക്ക് ആവാനാണോ, ആ മകളായിട്ട് വല്ലതാണോ സഹിച്ചേണ്ടത്? എന്തെങ്കിലും ഐഡിയ എനിക്ക് തരാനുണ്ടോ?
ദേവനന്ദയ്ക്ക് അബൌട്ട് സാക്ഷികൾ? എനിക്ക് ആകെ അറിയാവുന്ന ഞാൻ സൈജോങ്ങളുടെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നായിരുന്നു എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ്. എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛനാണ് സ്ക്രിപ്റ്റ് കേട്ടത്. അച്ഛൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. പിന്നെ സൈജോങ്ങളുടെ കൂടെ മൂന്നാമതും ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൽ സന്തോഷത്തിലാണ്. സോ എനിക്കറിയില്ല അച്ഛനും മോളുമായിട്ടാണോ എന്ന് അറിയില്ല. സൂപ്പർ. എന്നാലും സൈജു കുറുപ്പെന്ന് കേൾക്കുമ്പോൾ മൂന്നാമത്തെ പടമാണെന്ന് പറഞ്ഞു. ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം എന്താണ്? ആദ്യം ഓടിയെത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി എൻജോയ് ചെയ്ത് ആക്ച്വലി അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് സൈജോങ്ങളുടെ കൂടെ ആയിരിക്കും. ആ ഒരു ഫാദർ ഡോട്ടർ ബോണ്ട്. കാരണം 2 സിനിമയിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോണ്ടുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് അഭിനയിച്ചത്. അതും അങ്കിളുടെ ഭരതനാട്യവും മോഹിനിയാട്ടവും കണ്ടു. അതിനുശേഷം ഫുൾ ഫാമിലി എക്സ്ട്രാ ഫാൻസായി. അല്ലെങ്കിലേ ഫാൻസ് ആയിരുന്നു, ഇപ്പോൾ കൂടുതൽ ഫാനായി. അതുകൊണ്ട് ഒത്തിരി അറിയാവുന്ന മുഖങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നിരഞ്ജ് ചേട്ടൻ ഉണ്ടെന്ന് അറിയുന്നത്. സോ ചേട്ടൻ്റെ കൂടെയും 2ാമത്തെ സിനിമയാണ്, അതിലും സന്തോഷം. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. സൂപ്പർ. ആൻഡ് ശീതൾ, വാട്ട് യു ഹാവ് ടു ആഡ് ആക്ച്വലി സാക്ഷികളെ പറ്റി? എന്നോട് ചോദിച്ചാൽ എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇത് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ആണോ? ടെൻഷനായി? പിന്നെ ഫുൾ ടെൻഷനായി. എനിക്കിതിൽ അഭിറാം ചേട്ടനെയും ഗോകുൽ ചേട്ടനെയും മുന്നേ പരിചയമുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിഷാന്ത് സാഗർ സാറിന് ആദ്യമായിട്ട് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയതാ? അയ്യോ, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ മസിലാണെങ്കിൽ ആദ്യം മനസ്സിൽ വന്നത്. മസിലാണോ ആദ്യം മനസ്സിൽ കയറിയതാ? ഓക്കെ. പുള്ളിന്റെ മോളെ എനിക്കറിയാം. അപ്പം അങ്ങനെ എനിക്ക് ഒരു പരിചയമുണ്ട്. സൂപ്പർ. യെസ്, അതൊക്കെയാണ് എനിക്ക്. പിന്നെ സാക്ഷികളെ പറ്റി അർജുൻ സാറിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ കൂടിയാണ്. അതെ, ഞാനൊരു 2 വീക്സ് മുന്നേ ആണ് കഥ കേട്ടത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സിനിമയായിട്ട് മാറുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ പ്രഗമത്തിന് ശേഷം വരുന്നൊരു ഫിലിമാണ്. എന്തായാലും ഈ മൂവി നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം. സൂപ്പർ. ഇനി ഈ പറഞ്ഞ പോലെ എന്താണ് സാർ നമുക്ക് സാക്ഷികളെ പറ്റി? കാരണം ഇപ്പോൾ മുഖമുള്ള എല്ലാ പടങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു ഹാവ് ടു ആഡ് ഓൺ? താങ്ക് യു. ഒരുപാട് പേര് പറയേണ്ടി വരും. കാരണം ആദ്യമായിട്ട് സൈജോട്ടൻ തന്നെ തുടങ്ങാം. കാരണം സൈജോട്ടൻ്റെ കൂടെ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കൂടെ നടന്നെടുക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. സൈജോട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് സിനിമകളായി. നിഷാന്ത് ചേട്ടനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്.